ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ത്രിബിൾ സ്പെഷ്യലാണ്. ഞാൻ പിസ്സ ബേസ് വാങ്ങീനെ. അപ്പോൾ പിസ്സ പുറത്തുനിന്ന് വാങ്ങുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. ഇഷ്ടമുള്ളതല്ല, എന്തോ ഒരു ടേസ്റ്റ്. നമ്മൾ മറ്റേ ഡൊമിനോ പിസ്സ നല്ല ടേസ്റ്റാണ്, അല്ലാത്തല്ല. അപ്പോൾ പിസ്സ കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഇടയിൽ തന്നെ പിസ്സ ബേസ് കിട്ടി. അപ്പോൾ പിന്നെ കണ്ണൻ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. പക്ഷേ ഇതിലെടുക്കുന്നതിൽ വീഡിയോയിൽ എത്ര ഭംഗി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സൂപ്പർ സ്റ്റൈലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കണ്ണനോട് ചോദിച്ചിട്ടിടാം, അത്രേ അറിയില്ല. കണ്ണനെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ശ്രേയക്കുട്ടിയാണ് ശരിക്കും എപ്പോൾ കുക്ക് ചെയ്യുക. അപ്പോൾ കണ്ണനും കൂടി കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്താ വെച്ചാൽ നമ്മളിന്ന് കുട്ടിക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് തന്നെ വേണം. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നില്ല, പേടിയേ നമുക്ക് വേണ്ട. ഇപ്പം പിസ്സ എല്ലായിടത്തും കിട്ടൂലേ, സ്ഥിരമായിട്ട് കഴിക്കാനല്ല, നമുക്ക് ഒരു നേരത്തെ വിശപ്പടങ്ങാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. ഇതിൽ പനീർ ഇട്ടിട്ടുണ്ട് കണ്ണൻ, ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്, തക്കാളി, ഉള്ളി, പിന്നെ എന്താണ് ഇട്ടെ, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടോ? ചില്ലി ഫ്ലേക്സ്, പിന്നെ ഷേഷ്വാൻ ചട്നി. ഓക്കെ, പിന്നെ ഷേഷ്വാൻ ചട്നിയും വേറെ ഒന്നും കൊണ്ടാ. ചീസ് അല്ലേ, ചീസ്. എത്ര പാക്കറ്റായിട്ട് ചീസ്? 10 റുപ്പീസിൻ്റെ 3 ചീസ് സ്ലൈസ് കിട്ടുമേ. അപ്പോൾ അതാണ് 3 ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പിസ്സ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ പിസ്സ ബേസ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടാവും നല്ല ഉണ്ടാക്കുന്നത്, അത് നോക്കിയിട്ട് അങ്ങ് ഉണ്ടാക്കാം. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കട്ട് ചെയ്തിങ്ങനെ വലിച്ചാണ് വലിയുന്നില്ല അല്ലേ? കുഴപ്പമില്ല. വലിയുന്നില്ല എന്ന് പറയുന്നത് അതെങ്ങനെ വലിയുന്നേ? ഒരു ലെയർ അത് വെക്കേണ്ടി വരും. അത് ഓർമ്മിച്ചിട്ടില്ല, വേണ്ട. കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പം വലിഞ്ഞിട്ടൊന്നുമില്ല, അതിലൊന്നും വലിയ കുഴപ്പം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മളിങ്ങനെ പിസ്സേൻ്റെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിഞ്ഞ് വരൂലേ. നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. നോക്കാം, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, നമ്മൾ കഴിച്ചു തുടങ്ങട്ടെ. അപ്പോൾ പിസ്സ ഞാൻ കഴിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിച്ചപ്പോൾ. പിന്നെ എന്തൊക്കെ ഫാൾട്ട് പറ്റിയെന്നും കൂടി ഞാൻ പറയാം. മോൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീസിൻ്റെ ലെയർ ഒന്ന് ആദ്യം ഇടണം, എന്നാലും നമുക്കത് കട്ട് ചെയ്തിങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ ഇതിലെല്ലാം കാണുന്ന പോലെ ഉണ്ടാവും, പരസ്യത്തിലെല്ലാം കാണുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലെല്ലാം കാണുന്ന പോലെ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് നമ്മൾ തവയിൽ വെച്ച് ചൂടാക്കിയിട്ടാക്കുമ്പോൾ അതിൻ്റെ അടി ടേസ്റ്റ് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ കുറച്ചധികം ഇതായിന്, കരിഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എന്നാലും മോനെ ഇൻട്രസ്റ്റ് ഇല്ലോണ്ട് നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും, ഇതിപ്പം ഡെയിലി കഴിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല, നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ മാസത്തിൽ ഒരു തവണ പോലും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും വർഷത്തിൽ 1-2 തവണ എന്നുള്ള പോലെയാണ്. അല്ല, ഫാസ്റ്റ് ഫുഡിൽ പെടുന്നതല്ലേ. അതുകൊണ്ട് സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം തന്നെയാണ് കൊടുക്കുക. പിന്നെ ഇപ്പം നല്ല തണുപ്പല്ലേ, അന്നേരം ഇങ്ങനത്തെ കഴിക്കാൻ വേണ്ടി കുട്ടികൾക്കെല്ലാം ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ പിസ്സ എൻ്റെ ബേസ് വാങ്ങി രണ്ടെണ്ണം ഒരു പാക്കറ്റിൽ, അതൊരു പ്രാവശ്യം ഉണ്ടാക്കി. പിന്നെ ബർഗറും വാങ്ങി അതും ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിടാം. ഓക്കെ, താങ്ക് യു.